ಮಾಡುವಂದ್ರೆ ನಾನು ಎಕ್ಸ್ಪ್ಲೇನ್ ಮಾಡಕ್ಕಾಗಲ್ಲ. ಹೇಳದು ಏನು ಅಂತ ಹೇಳಿ. ಗೊತ್ತಿಲ್ಲ, ನಾನು ಸ್ವಲ್ಪ ಬೆಳ್ಳ ಕಾಣಿಸ್ತೇನೆ. ಹೇಳ ಏನಂತ ಹೇಳ. ನನಗೆ ಗೊತ್ತಿಲ್ಲ, ಇದು ಗೊತ್ತಿಲ್ಲ ಅಂತ. ನನಗೆ ಗೊತ್ತಿಲ್ಲ. ಗೊತ್ತಿಲ್ಲ ಕಣ. ಶಾಮನ್ ಕೂದ್ಲು ಬೇಗ ಬರ್ಲಿ ಅಂದ್ಬಿಟ್ಟು. ನನಗೆ ಸೀರಿಯಸ್ ಗೊತ್ತಿಲ್ಲ. ನನ್ಗಿದೆ ಫ್ರೆಂಡ್ಸ್ ಕೂದ್ಲಿದೆ. ನೋಡ್ಲಾರ್ಕೊಂದ ಸಂಭವ ಹೇಳ್ತಾರೆ. ಚಿಕ್ಕಮ್ಮ ಇಲ್ಲಿ ಟೀಚರ టీచర్ కట్టను ശുദ്ധంగా బట్టలన్నీ ఇచ్చుంటే ఆ కట్టన్ కన్నా ఎక్కువనా కిచెన్ కి. അപ്പൊ ഈ പരിപാടി എന്താന്ന് അവർക്ക് പോലും അറിയില്ല എന്നൊക്കെ പറയാം. പക്ഷെ ഇവിടെ ഉള്ള ഒരു കല്യാണം കഴിക്കണതിന്റെ 2 ദിവസത്തിന്റെ തലേ ദിവസം കണ്ടായിട്ട് ഇവര് മറ്റേ വളയൊക്കെ ഇടുന്നു. വീട്ടുകാരും അങ്ങനെയുള്ളവരൊക്കെ ചേർന്നിട്ട് വളയും കാര്യങ്ങളൊക്കെ ഇടും. അപ്പൊ അതിന്റെ ഒരു ചടങ്ങിലാണ്. അപ്പൊ എല്ലാവരും വന്ന് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇനി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ തുടങ്ങിയത് ഞാൻ കാണിച്ചത്. അപ്പൊ ഈ അമ്മാമ്മയാണ് വളയിട്ട് കൊടുക്കുന്നത്. ഇവിടെ 2 ആൾ ഇരിക്കുന്നുണ്ട്. തുടക്കം ഇട്ട് കൊടുക്കുന്ന വീരാന്ന് തോന്നുന്നു. അപ്പോ നോക്കാം എന്താണ് സംഭവം. The next day. ആ ചേട്ടനെ ഹൽദിയാണ് പോലും. എന്നിട്ട് വാരിപ്പൊത്തി തേച്ചിറക്കണ എന്റെ മുഖത്ത. അവരുടെ മുഖത്ത് തേക്കാണ്ട് എന്റെ മുഖത്ത വാരിപ്പൊത്തുന്നു. അപ്പൊ ഞാൻ അതിന്റെ ക്ലിപ്പ് കാണിച്ചു തരാം. ಸೂಪರ್ ಶಿವ, ಕಂಗ್ರ್ಯಾಚುಲೇಷನ್ಸ್. ഹൽദിയിൽ എല്ലാവരും മഞ്ഞ കളറിലാണ്. എന്തായാലും ഇതെന്താ സംഭവം എന്നറിയോ? ഇതുപോലെ ഒരു ബെഡ്ഷീറ്റ് ഇട്ടിട്ട് അതിന്റെ അടിയിൽ എല്ലാവരും നിന്നിട്ട് അരി വായിൽ കുത്തി കയറ്റുന്നു. ಮಚ್ಚ ಏನಕ್ಕ ಹಂಗ್ ಮಾಡೋದು? ಸಿಹಿ ತಿನ್ಸ್ಬೇಕು. ಅದು ಶಾಸ್ತ್ರನಾ? ಅದು ಹೇಳಲಿ ಶಾಸ್ತ್ರ ಕಣೋದು. ആയിട്ട് ಬಿಡು ಚಿನ್ನಿ, ನನ್ನ ಮೇಲೆ ಪ್ರೀತಿ. ആചാരങ്ങളാണിത്. ആന്ധ്രയിലൊക്കെ ഇങ്ങനത്തെ ഉള്ള ആചാരങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇതൊക്കെ ഇവരുടെ നാട്ടിലെ ഒരു ആചാരമാണ്. കല്യാണ ചെക്കന്റെ തലയിൽ ഇതുപോലെ വെള്ളമൊക്കെ ഒഴിക്കുന്നു. ഇവരുടെ നാട്ടിലെ പരിപാടി ഈ മഞ്ഞൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരുടെ മേത്തും വെള്ളം കൂടി ഒഴിക്കുന്നു. ഞാൻ രക്ഷപ്പെട്ടു.
അവരുടെ നാട്ടിലത്തെ ഓരോ ആചാരങ്ങളാണ് അത്ര. ഞാനൊക്കെ ഈ ഗ്യാപ്പിൽ കൂടെ എണ്ണീറ്റ് ഓടി വന്ന് മഞ്ഞൾ തേച്ച പോലെ ഇങ്ങനെ മുഖത്ത് വെള്ളം ഒഴിച്ച് ആക്കിയാലെന്ന് പറഞ്ഞിട്ട് ഇതിൽ കൂടെ ഞാൻ ഇങ്ങനെ ഇറങ്ങി ഓടി വന്ന വിഷയമാണേ. അവരെന്നെ കണ്ടിട്ടില്ല, കണ്ടാണെങ്കിൽ ഓടി വന്ന് തലയിൽ കൂടെ ഒഴിക്കുക. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് ചാടി കയറി ഇപ്പുറത്തോട്ട് വന്ന് എന്നെ ഞാൻ സേഫാക്കി. ഇനി അടുത്തതായിട്ട് ഇവിടെ കലാപരിപാടികളാണ്, പിള്ളേരുടെ ഡാൻസ്. ചിന്നി യുദ്ധക് ബടാ. അപ്പൊ ഇവിടെയാണ് അവരുടെ കല്യാണം നടക്കുന്നത്. അപ്പൊ ഡെക്കറേഷൻ ഇനി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതിന്റെ പണികളൊക്കെ എന്തായെന്ന് പറഞ്ഞിട്ട് നോക്കാൻ വേണ്ടി വന്നേക്കുവാ. പിള്ളേരൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനി ഒരു 2-3 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇവിടെ റിസപ്ഷൻ തുടങ്ങും. അപ്പൊ നമ്മളെല്ലാരും ഇങ്ങോട്ട് വരും. അപ്പൊ പണി ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇനി 2-3 മണിക്കൂറിന്റെ ഉള്ളിൽ ഇവരെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ആക്കി തരാം നമുക്ക്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റിസപ്ഷനിൽ ചേട്ടനും ചേച്ചി നിൽക്കുന്നത് കാണിച്ചു തരാം.